ഞങ്ങൾ ഉസ്ബെക്കിസ്ഥാനിലെ MBBS പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ്. അപ്പൊ നമ്മൾ ഇന്ന് ആന്ധ്രാപ്രദേശിലേക്ക് പോവാണ്. പ്രോഗ്രാം എന്താന്ന് വെച്ചാൽ ഞങ്ങള് GSL മെഡിക്കൽ കോളേജിൽ ഒരു ബൂട്ട് ക്യാമ്പ് ഉണ്ട്, ഞങ്ങൾക്ക് ട്രെയിനിങ് ആയിട്ട് അതിന് പോവാണ്. ഓക്കെ ഗൈസ്, നമ്മളപ്പോ ഈ ട്രെയിനിലാണ് പോകുന്നത്. ടോട്ടൽ 26 സ്റ്റുഡൻസ് ആണ് സെലക്ട് ആയിട്ടുള്ളത്. അപ്പൊ ഓരോ ബോഗിൽ അവരുണ്ടാവും, നമുക്ക് അവരെ കണ്ടിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നമ്മളെ ഗ്രൂപ്പ് മേറ്റ്സിനോട് ചോദിക്കാം നമ്മൾ എവിടെ പോകണം, അതിന്റെ കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ അവസാനം പറഞ്ഞോ. സോ നമ്മള് പോണത് GSLന്റെ ബൂട്ട് ക്യാമ്പിനാണ്. ഇത് മെയിൻലി FMG ട്രെയിനിങ്, BLSന്റെ ക്ലാസ്, പിന്നെ അനാട്ടമി ഡയസെക്ഷൻ, അങ്ങനത്തെ കുറച്ച് ബേസിക് ആയിട്ടുള്ള ലൈഫ് സപ്പോർട്ട് കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ കൂടെ പഠിക്കാൻ പോകുന്നത്. ആൻഡ് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് 10 ഡേ സീരീസ് പോലെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഗൈസ്, ഇതാണ് നമ്മളെ ബാക്കിയുള്ള ടീംസ്. നമ്മൾ തമിഴ്നാട് എത്തിയിരിക്കുകയാണ്. എല്ലാരും ഫുഡ് കഴിക്കാൻ ഉച്ചയ്ക്ക്. ഇപ്പോൾ സമയം 12:19 ആയിരിക്കാണ്. ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങിയ രക്കം ഇപ്പം എണീറ്റിരിക്കുകയാണ്. നമ്മള് ഡിന്നർ കഴിക്കാൻ പോകണം. അതെ, നമ്മൾ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റോപ്പിലേക്ക് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ എല്ലാവരും ഉറങ്ങി, നമ്മൾ മാത്രമാണ് വാങ്ങാൻ പോകുന്നത്. ലാസ്റ്റ് നമ്മളിപ്പോ സ്റ്റോപ്പ് എത്തിരിക്കുകയാണ്. ഇനി നമ്മൾ ഫുഡ് വാങ്ങാൻ പോവാം. നമ്മുടെ ഡെലിവറി ബോയിനെ കണ്ട് ഇതാണെന്ന് തോന്നുന്നു. ഭയ ഫുഡ് സ്വിഗ്ഗി കിട്ടി. ഒരാളെ കിട്ടി, ഇനി ഒരാളും കൂടെ ഉണ്ട്. യെസ്, അടുത്താളെ കിട്ടി. ഉറങ്ങി കിടന്നവരൊക്കെ എണീച്ച് ഫുഡ് കഴിക്കാനായിട്ട്. ഇതെന്താ സാധനം? നമ്മൾ ഹൈദരാബാദി ബിരിയാണി ഓർഡർ ചെയ്തപ്പോൾ കിട്ടിയതാണ്. ഇതെന്താ ഇത്? ബട്ടർ ചിക്കൻ പോലെ ഉണ്ടല്ലേ? നമ്മൾ ആന്ധ്രാപ്രദേശ് എത്തിയിരിക്കുകയാണ്. എല്ലാവരും ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ഏകദേശം സമയം 8 മണിയാറ്. നമ്മൾ രാജമുണ്ട്രി സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ടീം എല്ലാവരും ഇവിടെ ഉണ്ട്. നമ്മളപ്പോ രാജമുണ്ട്രി എത്തിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയേക്കാണ്. നിങ്ങളുണ്ട് ആന്ധ്രയിലെ ദോശ. ആന്ധ്ര ദോശ ഉണ്ട്. ഒരു പ്ലേറ്റ് മൊത്തം ഗൈസ്, അതെ പെട്ടിയെടുക്കല്, ആൾക്കാരെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഒക്കെ ശരിയാക്കിയിരിക്കുകയാണ്. ഫൈനലി നമ്മൾ GSL എത്തിയിരിക്കുകയാണ്. ഇതാണ് GSL ജനറൽ ഹോസ്പിറ്റൽ. അതേപോലെ തന്നെ ഇപ്പുറത്ത് മെഡിക്കൽ കോളേജ് ഉണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റുഡൻസ് ഗ്യാങ്. ഹായ് ഫറാനിക. പിന്നെ പെട്ടി സേഫാണ്. അപ്പോൾ നമുക്ക് അപ്പുറത്ത് റോഡ് ക്രോസ് ചെയ്ത് പോകണം. സോ നമുക്ക് ഇവിടെ ഒരു ബ്രിഡ്ജ് കാണുന്നുണ്ട്. ഈ ബ്രിഡ്ജ് ഇങ്ങനെ കണക്ട് ചെയ്ത് അപ്പുറത്തേക്ക് എത്തിക്കുന്നതാണ്. സോ നമുക്ക് ഇനി അപ്പുറത്ത് കാണാം. ഉണ്ടായിരുന്നു ട്രാവൽ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ട്? വണ്ടി അതെ. ബ്ലോഗറിനെ പറ്റി എന്താ അഭിപ്രായം? ആത്മാർത്ഥമായ വ്ളോഗ് ചെയ്യാണ് ഗൈസ്. അതെ, അതുണ്ട്.
സ്റ്റഡീസിനുള്ള റൂം ആയിട്ടുണ്ട്. നമുക്ക് കോളേജിനുള്ള റൂം റെഡി ആയിട്ടുണ്ട്. ഇത് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലും അതേപോലെ തന്നെ മെഡിക്കൽ കോളേജും ഉണ്ട്. അതിൻ്റെ അകത്ത് തന്നെയാണ് നമ്മുടെ ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്ക് നിലവിൽ 10 ദിവസത്തേക്കുള്ള ക്യാമ്പാണ് വരുന്നത്. അതിനകത്ത് 10 ദിവസം ഫ്രീ അക്കോമഡേഷനും ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിനി റൂം എത്തിയിട്ട് എന്താ അവസ്ഥയെന്ന് നോക്കിയിട്ട് കാണാം. ഇതാണ് നമ്മുടെ GSL ഹോസ്റ്റൽ വരുന്നത്. ഇത് മെൻസ് ഹോസ്റ്റലാണ്. ഹോസ്റ്റൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ റിസപ്ഷൻ വരുന്നത്. അത്യാവശ്യം നല്ല പുതിയൊരു ബ്ലോക്കാന്ന് തോന്നുന്നു. ഇവിടെ തന്നെ നമുക്ക് മെസ്സും അവൈലബിൾ ആണ്. നമ്മളിനി 10 ദിവസം ഈ ഹോസ്റ്റലിലായിരിക്കും. ഇവിടെ ക്ലീനിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ റൂം കാണാം. നമുക്കിവിടെ റൂം വരുന്നതെന്ന് പറയുമ്പോഴത്തേന് റൂമിൽ 2 പേരാണ് വിത്ത് ടോയ്ലറ്റ് ഫെസിലിറ്റി എല്ലാം ഉണ്ട്. സോ ഒരു അത്യാവശ്യം ഒരു നല്ലൊരു റൂം തന്നെയാണ്. ഒരു മെഡിക്കൽ കോളേജിലെ റൂമാണെന്ന് കണ്ടാൽ പറയില്ല. ഇതാണ് നമ്മുടെ റൂം. റൂമിൽ 2 ബെഡാണ്. പിന്നെ നോർമൽ ആവശ്യമുള്ള രീതിയിലൊരു കബോർഡ്. ഞാൻ നമ്മുടെ വാഷ്റൂം വരുന്നത്. വാഷ്റൂമിൻ്റെ ലൈറ്റിന് സ്വിച്ച് ചെയ്താണ് കണ്ടിട്ടില്ല ഇതിൽ. ഓക്കെ, നമ്മളിപ്പോൾ രാത്രി ഫുഡൊക്കെ കഴിച്ചിട്ട് ജസ്റ്റ് നടക്കാൻ ഇറങ്ങാമെന്ന് വെച്ചിറങ്ങിയാണ്. അപ്പോൾ നമ്മളങ്ങനെ ആന്ധ്രാപ്രദേശിലെത്തി. ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റാക്കി. അപ്പോൾ നാളെ തൊട്ടാണ് നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ നാളെ നമ്മുടെ ക്ലിനിക്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. കാര്യങ്ങളായിട്ട് നാളെ എന്തായാലും കാണാം. ബൈ.